എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലാബോ ഫേസ് കാണിക്കുകയാണ്. അവളെ സ്റ്റസി ആണെങ്കിൽ കാര്യമായിട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അവളാണെങ്കിൽ ഒരു വൈബ്രേറ്റിംഗ് ശബ്ദം കേൾക്കുകയാണ്. അത് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ എഡിസന്റെ. എഡിസൺ ആണെങ്കിൽ അവളോട് പറയും, ഇത് ഞാനാണ് എഡിസൺ. അവളാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. എഡിസൺ, നിനക്ക് എന്തു പറ്റി? നിന്റെ ശബ്ദം എന്താ ഇടറണേ? അതിനവൻ പറയും, എന്നെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം ആ ബാരിയർ അത് ഡിസേബിൾ ആക്കി നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ടു പോകണം. കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ട് നേവിക്കാർ തകർക്കുകയാണ്. അതിനുള്ളിൽ നിങ്ങൾ രക്ഷപ്പെടണം. അതിന് സ്റ്റസി ആണെങ്കിൽ തീർത്തു പറയും, ലൂഫിയും ടീമും ഇവിടുന്ന് രക്ഷപ്പെടുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. എനിക്കവരെ എന്ത് വില കൊടുത്ത് സഹായിക്കണം. ഞാനിവിടെ ഇരുന്നെങ്കിൽ മാത്രമേ അവരെ സഹായിക്കാൻ കഴിയൂ. അതിന് എഡിസൺ പറയും, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുകയാണ്. ഈ ഒരു ബാരിയർ അതിവിടെ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് തകർത്ത് എത്രയും വേഗം നീയും അവരോടൊപ്പം രക്ഷപ്പെട്ടു പോകും. നീ കരുതും പോലെ ഈ ഒരു ബാരിയർ കൊണ്ട് ഇപ്പൊ യാതൊരു പ്രയോജനവുമില്ല. ആ 5 എൽഡേഴ്സിലുള്ളവരെല്ലാവരും തന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞു. അവർ നിന്നെയും കണ്ട വെറുതെ വിടില്ല. ഓൾറെഡി എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവർ രക്ഷിക്കാനാണ് ഞാൻ ആ ഒരു വലിയ ബാരിയർ തകർക്കാൻ ശ്രമിച്ചതും ഇപ്പൊ ഈ അവസ്ഥയിലായതും. ഇനിയും നമ്മളുടെ ഇടയിൽ ഒരാളുടെ കൂടെ ജീവൻ പോരിയാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അവരെ കൊണ്ട് രക്ഷപ്പെടാനായിട്ട് കഴിയും. നീയും അവരോടൊപ്പം രക്ഷപ്പെട്ടു പോ. അത് കേൾക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഒരുപാട് ആശ്വാസം. വേഗോ പങ്ക് എന്നെ ഏൽപ്പിച്ച ആ ഒരു വലിയ ദൗത്യം അതൊരു പരിധി വരെ എന്നെ കൊണ്ടിപ്പോൾ പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു. മരിച്ചുപോയ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് തന്നെയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അദ്ദേഹത്തെ ഓർത്ത് കരയും. എഡിസൺ ആണെങ്കിൽ വീണ്ടും അവളോട് ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, യു ആർ അൺബിലീവബിൾ. നിന്നോട് എത്ര സമയമായി ഞാൻ പറയുന്നു ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ. ഇനിയും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നമുക്കിടയിൽ ആരെങ്കിലുമൊക്കെ ജീവനോട് കൂടെ പുറത്തുണ്ടാവണം. പക്ഷെ അവൾക്കാണെങ്കിൽ അതൊന്നും അവളുടെ കാതിൽ വീഴില്ല. കാരണം ഓൾറെഡി അവള് വേഗ് ഓഫ് പങ്കിന് വേണ്ടിയാണ് ഇത്രയും കാലവും അവളുടെ ലൈഫ് സ്പെൻഡ് ചെയ്തത്. സോ ഇപ്പൊ അദ്ദേഹം ഇല്ല. സോ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റുക എന്നത് മാത്രമാണ് അവളുടെ മനസ്സിൽ. എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ സേഫ് ആക്കി പുറത്തേക്ക് കൊണ്ടുപോവുക. അവളാണെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് കക്കു അവനാണെങ്കിൽ ഇപ്പൊ അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ ആ ബോളിൽ നിന്ന് ഇതുവരെ സേഫായി പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത ജിംബയെ കാണിക്കും. ജിംബയെ ആണെങ്കിൽ ബമ്പർ സ്പീഡിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആമയാണെങ്കിൽ ജിംബയെ കോണ്ടാക്ട് ചെയ്യും. സത്യം പറയും, നിങ്ങളിപ്പോൾ എവിടെയാ? ഒരുപാട് സമയമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. അതിന് ജിംബയെ ആണെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കും. ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷോഭിക്കരുത്. ഞങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഞങ്ങൾ അവിടെ എത്തും. അത് കേട്ട് സോറോ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. നിങ്ങൾ വെറുതെ അവളോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ വെറും വേസ്റ്റ് ആണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം നാമിയാണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്രകാരം സംസാരിക്കും. എന്നെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തുപ്പും, എന്തെങ്കിലുമൊക്കെ എടുത്ത് വാരി എറിയുന്നൊക്കെ പറഞ്ഞ് അവൾ ഫുൾ കലിപ്പിൽ നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ആ ജയൻസിന്റെ കപ്പൽ കാണിക്കും. ആ കപ്പൽ മുഴുവൻ ചുറ്റുമായിട്ട് ഒരുപാട് നേവി കപ്പലുകൾ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയാൻ ടീം അവരാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവരും കൂടെ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നാൽ മാത്രമേ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും കപ്പലിൽ കയറി അവിടുന്ന് പോകാനായിട്ട് കഴിയും. മറ്റൊരു ഭാഗത്ത് അറ്റ്ലസ് ആണെങ്കിൽ ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ സേഫ് ആക്കി ആ കപ്പലിലേക്ക് കൊണ്ടുവന്ന് വെക്കും. അവൾക്കാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം. അവളാണെങ്കിൽ പല്ല് കടിച്ച് ഒരുപാട് ദേഷ്യത്തോടും വെറുപ്പോടും കൂടെ പുറത്തേക്ക് വരും. അതേസമയം ആ കുതിര ജയന്റുമായിട്ട് ഇപ്പൊ കുറച്ച് ജയൻസുകൾ പൊരിഞ്ഞ പോരാട്ടം. സാഞ്ചിക്കാണെങ്കിൽ അതുകൊണ്ട് വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല. അവൻ കാല് മുഴുവൻ ഫയർ ക്രിയേറ്റ് ചെയ്ത് ആ എൽഡറിനെ ആഞ്ഞടിക്കും. പക്ഷെ എൽഡർ ആണെങ്കിൽ അതേ ഫോഴ്സിൽ തിരികെ അവനെ ആഞ്ഞടിക്കുകയാണ്. അട്ടി കിട്ടിയ സാഞ്ചിയാണെങ്കിൽ വന്നതിലും ഡബിൾ സ്പീഡിൽ ദൂരേക്ക് തെറിച്ചു പോകും. ഭാഗ്യത്തിന് ബോണിയും ആ ജയൻസും എല്ലാം തന്നെ ആ ഒരു എൽഡറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ അതൊന്നും തന്നെ സംഭവിക്കാതെ സാഞ്ചിയാണെങ്കിൽ ഇപ്പൊ കൂളായിട്ട് ലാൻഡ് ചെയ്യും. അവരെല്ലാവരും അറിഞ്ഞും പുറഞ്ഞും അടിച്ച് ആ ഒരു എൽഡറിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ എൽഡർ ആണെങ്കിൽ അവരെ തട്ടിവിട്ട് എന്റെ ലക്ഷ്യം അത് ആ ബോണിയാണ്, അവളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ കുതിക്കും. അവനാണെങ്കിൽ ബോണിയെ മുകളിലേക്ക് അടിച്ച് തെറിപ്പിക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാരും ആ ജയൻസും എല്ലാവരും ബോണിയുടെ പേര് വിളിച്ച് നിലവിളിക്കുകയാണ്. അവർക്ക് ഞൊട്ടിയിടയിൽ അവളെ സേവ് ചെയ്യാൻ പറ്റില്ല. എൽഡർ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് നീട്ടി സ്ലോ മോഷനിൽ അവളുടെ കഴുത്ത് വെട്ടിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ ഞൊട്ടിയിടയിൽ ഫ്രാങ്കി അവൻ ചാടി വീണ് അവളെ സേവ് ചെയ്യും. ബോണി ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ ജയന്റ് ഫോമിലാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളുടെ ചെറിയ സൈസിലേക്ക് മാറിയിരിക്കുകയാണ്. ഫ്രാങ്കി അവളെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിന്റെ ആഗ്രഹവും ആവശ്യവും അത് തീർച്ചയായിട്ടും നടക്കും. ഇവിടെ ആ ജയൻസ് ആണെങ്കിൽ ആ എൽഡറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആളാണെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയിൽ അത് കണ്ടെത്താൻ അവിടുന്ന് മുൻപോട്ടേക്ക് പോകും. ഇവിടെ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ കഥ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു വോയിഡ് സെഞ്ചുറി അതെപ്പോഴാണ് അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയും ചോദിക്കുക
ചോദിക്കുകയാണെങ്കിൽ ബോയ് അവൻ തോറ്റതിന് ശേഷം അത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ കുതിര എൽഡറിനാണെങ്കിൽ അവന്റെ ദേഷ്യം 10 മടങ്ങാവും. എൽഡർ ആണെങ്കിൽ പല്ല് കടിച്ച് നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നീ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും ചോദിച്ച് സ്കൈലുണ്ടായിരുന്ന ആ വലിയ ബാരിയർ അതങ്ങനെ ആഞ്ഞു വെട്ടുകയാണ് അവന്റെ ആ ഒരു വലിയ സ്ക്വാഡ് ഉപയോഗിച്ച്. ലാബിന്റെ ഉള്ളിലാണ് സൈബർ പോൾ ഏജൻസും അതുപോലെ തന്നെ ഹോക്കർ ബിയർ അങ്ങനെ പവർഫുൾ ആയ എല്ലാവരും ഉണ്ടായിരുന്നത്. ആ ഒരു അറ്റാക്കിൽ ആ ഒരു ലാബ് തകർന്ന് അവർക്ക് അങ്ങനെ വലിയ രീതിയിൽ പരിക്കുകൾ പറ്റി അവർ താഴേക്ക് വീഴും. കട്ട് ചെയ്ത വീണ്ടും വേഗ് ഓഫ് പങ്ങിന്റെ ആ ഒരു സ്പീച്ച് കാണിക്കും. ഡോക്ടർ വേഗ് ഓഫ് പങ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ആക്ച്വലി ലോകത്ത് ഒരുപാട് ദ്വീപുകളുണ്ട്. അവിടെ ഉള്ളവരിൽ പലർക്കും തങ്ങളുടെ ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോകാനായിട്ട് ഒരുപാട് ഭയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത അവസാനം വരെ അവരവരുടെ ലൈഫ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. ആക്ച്വലി ഇപ്പോൾ അവർ താമസിക്കുന്ന ആ ദ്വീപുകളെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുൻപ് വലിയ കോണ്ടിനൻസ് ആയിരുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ദ്വീപുകളെല്ലാം തന്നെ അടിയിലായിരുന്നു എന്ന് അവരെ കൊണ്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് മുൻപുണ്ടായിരുന്ന ചില കോണ്ടിനൻസിന്റെ ഡീറ്റെയിൽസും ഹിസ്റ്ററിയും അതെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ള ചില കോണ്ടിനൻസിന്റെ ഡീറ്റെയിൽസ് അതെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോഴായിരിക്കും നമ്മുടെ നാമയുടെ സിസ്റ്റർ നൊച്ചുകോയെ കാണിക്കുക. അവളാണെങ്കിൽ എനിക്ക് ഒന്നും കേട്ടു നിൽക്കാൻ സമയമില്ല, എനിക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടു കൂടെ ഹായ് ആയിട്ട് അവിടുന്ന് കടന്നു പോകും. ഉടനെ ഒരാളാണെങ്കിൽ അവളെ വിളിച്ചു പറയും, നീ ഇത് കേൾക്കുന്നില്ലേ, ലോകത്തിനെ തന്നെ ഞെട്ടിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനവളാണെങ്കിൽ എനിക്കതൊന്നും കേൾക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് കടന്നു പോവാണ്. ആക്ച്വലി 100 വർഷത്തിനിടയിൽ 200 മീറ്റർ മുകളിലേക്ക് കടൽ ഉയർന്നു കയറിയിരിക്കുകയാണ്. അങ്ങനെയാണ് വലിയ വലിയ ഐലാൻഡുകളെല്ലാം തന്നെ കടൽ വിഴുങ്ങി അതിന്റെ അടിയിലായി മാറിയത്. ആക്ച്വലി വലിയൊരു വാർഷിപ്പിന്റെ സൈസ് പോലും 90 മീറ്റേഴ്സ് ആണ്. സോ 200 മീറ്റർ മുകളിലേക്ക് കടൽ ഉയർന്നു എന്ന് പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇവിടെ മറീൻ ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് പാനിക് ആവുകയാണ്. അത് കേട്ട് വലിയ വലിയ നേവി ഓഫീസേഴ്സ് അവർ ദേഷ്യപ്പെടും. നിങ്ങൾ എന്തിനാ വെറുതെ ആ പൊട്ടം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നേ? മറീൻ ഓഫീസേഴ്സ് സെർഫ്യൂംസ് അവർക്കെല്ലാം പരുക്ക് പറ്റി ഓരോ ഭാഗത്ത് വീണ് കിടക്കുകയാണ്. എത്രയും വേഗം അവരുടെ അടുത്തേക്ക് പോയി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു കൊടുക്കണം. പക്ഷേ നേവി സോൾജേഴ്സിനാണെങ്കിൽ അപ്പോഴും അവരുടെ ഭയം വിട്ടുമാറിയിട്ടില്ല. ദൂരത്തായിട്ട് വലിയൊരു പാറയിലേക്ക് അവർ നോക്കും. 200 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പാറയെ കഴിഞ്ഞും മുകളിൽ ഉയരമുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം 200 മീറ്റർ കടൽ എങ്ങനെ നാച്ചുറലായിട്ട് ഉയർന്നു എന്നാണ്. എന്നാൽ ഡോക്ടർ വേഗ് ഓഫ് പങ് പറയും അവിടെയാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചൊരു കാര്യം. നാച്ചുറലായിട്ടല്ല കടൽ മുകളിലേക്ക് ഉയർന്നത്, അത് ആക്ച്വലി ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അത്തരത്തിലൊരു ഡിസാസ്റ്റർ അതൊരു കാലത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് 100-80 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കും. പക്ഷെ ഇതുവരെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. എൻവിയോൺമെന്റോളജിസ്റ്റ്, ക്ലൈമറ്റോളജിസ്റ്റ് അങ്ങനെ ഒരുപാട് പേര് റിസർച്ച് നടത്തി അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തി. അതിലൂടെയാണ് അവരത് കണ്ടെത്തിയത്. അങ്ങനെ ഇവരെല്ലാവരും റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ് ഇത് നാച്ചുറലായിട്ട് സംഭവിച്ചതല്ല, ഇത് മാൻമെയ്ഡ് ആണെന്ന്. പക്ഷെ ഡോക്ടർ വേഗ് ഓഫ് പങ് അതിനുശേഷം ഒരു കാര്യം കണ്ടെത്തി. ഇതുപോലെ തന്നെ വീണ്ടും കടല് ഉയരാൻ പോവുകയാണ്. ആ ഒരു ആക്ഷൻ വെപ്പനിലൂടെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. അതിനുള്ള കാരണവും അദ്ദേഹത്തിന് അറിയാം. ഗ്രേറ്റ് വോയിഡ് സെഞ്ചുറിയിൽ നടന്ന അതേ കാര്യം തന്നെ വീണ്ടും സംഭവിക്കും. അതുപോലെ തന്നെ ആ വലിയ വാറ് അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ആ വാറ് അതിനെയും കൂടുതൽ തീവ്രതയിൽ കണ്ടിന്യൂ ആവാൻ പോവുകയാണ് എന്ന് ഡോക്ടർ വേഗ് ഓഫ് പങ് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.